ലവ് മാരേജ് ആയിരുന്നു. എവിടുന്നാ വൈഫിനെ കണ്ടത്? സ്കൂളിലാണ്, അതായത് +1. ഓ, ലോങ് വേ ബാക്ക്. അപ്പോൾ ഒരു വർഷങ്ങളോളം നീണ്ടുന്ന പ്രണയം. ഒരു 10 വർഷം പ്രണയിച്ചതിന് ശേഷമാണ് കല്യാണം കഴിച്ചത്. ഇത്രത്തോളം ലവ് മാരേജിൻ്റെ ഒരു പോസിറ്റീവ് നെഗറ്റീവ്, യെസ്, ഒരു ട്രൂ പേഴ്സൺ പറയുമ്പോൾ ലവ് മാരേജിനും അറേഞ്ച് മാരേജിനും രണ്ടിനും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇത് പൊതുവെ എല്ലാവരും പറയുന്ന കല്യാണം കഴിഞ്ഞ ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശോകമാണെന്ന്. ഇത് അതൊന്നുമില്ല, ഒരു നാക്കാണ്. അതായത് ഒരു ഫ്രണ്ട്ഷിപ്പ് വർക്ക്ഔട്ട് ചെയ്യാൻ തുടങ്ങിയാൽ, ഒരു അണ്ടർസ്റ്റാൻഡിങ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റിയാൽ. ഒരു ബുക്കുണ്ട്, മെൻ ആർ ഫ്രം മാസ്, വുമൻ ആർ ഫ്രം വീനസ് എന്ന് പറയുന്ന ബുക്കുണ്ട്. ആ ബുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ട് എൻറ്റയർലി ഡിഫറെൻറ്റ് തരം ഹ്യൂമൻ ബീയിങ്സ് ആണ് ആണുങ്ങൾ എന്ന് പറയുന്നതും പെണ്ണുങ്ങളെന്ന് പറയുന്നതും. അപ്പോൾ ഞാൻ എന്നെ വെച്ചിട്ട് എനിക്കെന്ത് തോന്നും എന്ന് വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ ഭാര്യയോട് പറയുന്നത്. അതായത് എനിക്ക് ഫീൽ ആവുന്ന പല കാര്യങ്ങളും ഭാര്യയ്ക്ക് ഫീൽ ആവില്ലായിരിക്കാം, എനിക്ക് ഫീൽ ആവാത്തത് പലതും ഭാര്യയ്ക്ക് ഫീൽ ആകുമായിരിക്കും. അത് ഈ ഒരു ഡിഫറൻസാണത്. ഇപ്പോൾ ഈ ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കിയാൽ എങ്കിൽ പോലും ഈ ഞാനും എൻ്റെ ഭാര്യ തമ്മിൽ ഉടക്കുകൾ ഉണ്ടാവാറുണ്ട്, വഴക്കുകളുണ്ടാവാറുണ്ട്, അതൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഒരു ചോക്ലേറ്റ് ലൈഫൊന്നും അല്ലല്ലോ, ഒന്നും ആർക്കും അതൊന്നും രസമില്ല. എൻഡ് ഓഫ് ദി ഡേ ഹാപ്പിനെസ് ആണ്. ഈ കുടുംബം ഇമ്പമുള്ള തന്നെയാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോൾ ലവ് മാരേജ് ആണെങ്കിലും അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ആകെയുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ അറേഞ്ച് മാരേജിൽ മിക്കപ്പോഴും വിവാഹത്തിന് ശേഷമാണ് ഈ ലവ് എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്. അതായത് ഈ അറേഞ്ച് മാരേജിന് ശേഷം ലവ് സംഭവിച്ചിട്ടില്ലെങ്കിൽ അത് വളരെ ഒരു മോശാവസ്ഥയാണ്. ഭാഗ്യവശാൽ ഈ നമ്മളുടെ ഈ പാരൻസ് അന്വേഷിച്ച് കണ്ടെത്തുന്നവർ തമ്മിൽ ഈ പറയുന്ന പ്രണയം സംഭവിക്കുന്നത് വലിയൊരു, എനിക്ക് പലപ്പോഴും ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുള്ളതാണ്. ഞാനും ആലോചിക്കാറുണ്ട് കേട്ടോ. കാര്യം ഒരു ബ്രൈറ്റ് മോർണിംഗ് കാണുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ എങ്ങനെ പെട്ടെന്ന് ഇത്രയും അതെന്തോ ഒരു മാജിക്കാണ്. അതായത് അത് റൈറ്റ് ആയിട്ടുള്ള പേഴ്സണെ കണ്ടുപിടിച്ച് കൊടുക്കാൻ വീട്ടുകാർക്ക് പറ്റുന്നത് കൊണ്ടാണ് അറേഞ്ച് മാരേജസിൽ അങ്ങനെ അറേഞ്ച് മാരേജിന് ശേഷം ലവ് സംഭവിക്കുന്നത്. അത് സംഭവിച്ചില്ലെങ്കിൽ നരകമാണ്, പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ലവ് മാരേജിൽ ഈ പ്രണയം സംഭവിക്കുന്നത് കല്യാണത്തിന് മുമ്പായിരിക്കും. അത് കഴിഞ്ഞത് മെയിൻറ്റെയിൻ ചെയ്താൽ പോയിന്റ് കഴിഞ്ഞാൽ ലവ് മാരേജും അറേഞ്ച് മാരേജും സെയിം. ബട്ട് ആ 1 പോയിന്റ് വരെ എത്തുന്നത് ഈസ് വെരി വെരി ക്രൂഷ്യൽ.